രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഐസിസിക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സജൻ. വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണമെന്നാണ് ആവശ്യം. ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട് വിഷയം ഗൌരവത്തോടെ ചർച്ച ചെയ്യണം. സ്ത്രീപക്ഷ നിലപാടുകളിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന സംശയം ജനങ്ങളിൽ നിന്നും മാറ്റണമെന്നും സജന പരാതിയിൽ പറയുന്നു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, രാഹുലിനെതിരെ നടപടിയെടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല നേതാക്കളും ഒഴിഞ്ഞു മാറുമ്പോൾ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു ആവശ്യം വരികയാണ്. എന്തൊക്കെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്? കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ സജന പരസ്യ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രാഹുലിനെതിരെ രംഗത്തെത്തിയത്. തുടർന്ന് സജനയ്ക്കെതിരെ വലിയ തരത്തിലുള്ള സൈബർ അധിക്ഷേപം ആരംഭിച്ചതോടെയാണ് ദേശീയ നേതൃത്വത്തെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൈമാറാനുള്ള ഒരു തീരുമാനം അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെയാണ് ഇപ്പോൾ എഐസിസി നേതൃത്വത്തിന് പരാതി അയച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിക്ക് ഉൾപ്പെടെയാണ് പരാതി ഇമെയിലായി അയച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി ഉയർന്നു വന്ന ആരോപണങ്ങളുടെ വസ്തുത ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി വനിതകൾ ഉൾപ്പെട്ട ഒരു സമിതിയെ നിയോഗിക്കണമെന്നും ആ സമിതിയുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് പാർട്ടി കടക്കണമെന്നും പാർട്ടിയുടേത് സ്ത്രീപക്ഷ നിലപാട് തന്നെയാണ് എന്ന ബോധ്യം പൊതുസമൂഹത്തിൽ ഉണ്ടാകാനായി ഇത്തരം സുതാര്യമായ ഒരു അന്വേഷണം അനിവാര്യമാണ് എന്നുമാണ് ഈ പരാതിയിൽ പ്രധാനമായി എടുത്തു പറയുന്നത്. എത്ര വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായാലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് കൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് സജന എഐസിസി നേതൃത്വത്തിന് ഇപ്പോൾ പരാതി കൈമാറിയിരിക്കുന്നത്. ശരിടാ. അതേസമയം ലൈംഗിക ആരോപണ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞുവെന്ന് രമേശ് ചെന്നിത്തല. സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ CPM എടുത്തിടുന്നതാണ് ഇത്തരം വിവാദമെന്നും ചെന്നിത്തല പറഞ്ഞു. 3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല, അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അതൊക്കെ 3-4 തവണ നമ്മൾ വിശദീകരിച്ചാണ്. അത് ഈ സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം CPM എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആയുധമാണ്. ആ ആയുധത്തെ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. വെൽഫെയർ പാർട്ടിയുടെ മുന്നണി പ്രവേശനം ആലോചിച്ചിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. അവർ ആവശ്യപ്പെട്ടിട്ടുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലോക്കൽ അറേഞ്ച്മെന്റ്സ് ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ് അതെന്നും ചെന്നിത്തല പറഞ്ഞു. ഒരിക്കലുമല്ല, വെൽഫെയർ പാർട്ടി മുന്നണിക്കകത്തില്ല. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാകുമ്പോൾ നാട്ടിലുള്ള വ്യക്തികൾ, സംഘടനകൾ, പല പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് ലോക്കൽ അറേഞ്ച്മെന്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ടാകും. പഞ്ചായത്ത് ഇലക്ഷന്റെ പ്രത്യേകത അതെയാണ്. എല്ലായിടത്തും ഉണ്ടാകും. ചില സംഘടനകളുമായിട്ടും സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമായിട്ടും ഒക്കെ ചിലപ്പോൾ ആളുകൾ ബന്ധപ്പെട്ടിരിക്കും. അതിന്റെ അർത്ഥം വെൽഫെയർ പാർട്ടിയെ UDF എടുത്തു എന്നുള്ള പ്രചരണമാണ്. അത് CPMന്റെ പ്രചരണമാണ്. ഇത്രയും കാലം വെൽഫെയർ പാർട്ടിയെയും SDPIയുടെ വോട്ട് വാങ്ങി ജയിച്ചവരാണ് ഈ CPMക്കാർ എല്ലാ കാലത്തും. ഞാൻ വളരെ വ്യക്തമാക്കുന്നു, UDFനകത്ത് വെൽഫെയർ പാർട്ടി ഇല്ല. UDFൽ അവരെ എടുത്തിട്ടുമില്ല. ലോക്കലായ ഇലക്ഷനാണ്. ലോക്കലായ ഇലക്ഷനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രായിരം വാർഡുകളിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ വാർഡും ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? പല സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സംഘടനകളുമായി, പ്രസ്ഥാനങ്ങളുമായും വ്യക്തികളുമായിട്ടൊക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എപ്പോഴും കൂട്ടുകെട്ടുകളോ നീക്കുപോക്കുകളോ ഉണ്ടാക്കാറുണ്ട്. മുനമ്പം ഭൂസമരം അവസാനിപ്പിക്കുന്നു. ഇന്ന് ചേരുന്ന കോർ കമ്മിറ്റിയിൽ തീരുമാനമുണ്ടാകും. ഭൂനികുതി താൽക്കാലികമായി സ്വീകരിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നീക്കം. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. രാഷ്ട്രീയ സാമുദായിക സംഘടനകളെ പങ്കെടുപ്പിച്ച് സമ്മേളനം നടത്താനും തീരുമാനം. മുനമ്പം ഭൂസംരക്ഷണ സമിതി നടത്തിക്കൊണ്ടുവന്നിരുന്ന സമരം നിർത്തിവെക്കുന്നതിലേക്ക് ഉള്ള ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത്. സമരം ഇപ്പോൾ 411 ദിവസത്തിലധികം പിന്നിട്ടിരിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്നുണ്ടായ അനുകൂല ഉത്തരവിൻ്റെ സാഹചര്യം, അതായത് ഉടമകൾക്ക് അവരുടെ നികുതി ഒടുക്കാൻ, കരമടക്കാനുള്ള സാവകാശം നൽകാനുള്ള ഹൈക്കോടതി ഉത്തരവിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഒരു പുതിയ തീരുമാനത്തിലേക്ക് അവർ കടക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ മുനമ്പം നിവാസികൾക്ക് ഭൂനികുതി അടക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഹൈക്കോടതി ചില ഉപാധികൾക്ക് വിധേയമായിട്ടാണ് ഇത് അനുവദിച്ച് നൽകിയിരിക്കുന്നത്. ഡിസംബർ 17 ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതുവരെയും കരമെടുക്കാം എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഇനി സമരം തുടരണമോ എന്ന കാര്യത്തിൽ ഇന്ന് ചേരുന്ന ആലോചനാ യോഗം ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്ന് മുനമ്പം ഭൂസംരക്ഷണ സമിതി ഭാരവാഹി കൂടിയായ ജോസഫ് ബെന്നി പറഞ്ഞു. അച്ഛന്റെ സൗകര്യം അനുസരിച്ചിട്ട് കോർ കമ്മിറ്റി കൂടുകയും അതിനുശേഷം നമ്മൾ സമുദായ സംഗമം നടത്തി എല്ലാ സമുദായ നേതാക്കന്മാരുടെ സ്റ്റേറ്റ് ഭാരവാഹികളും നേതാക്കന്മാരും എല്ലാവരും ഉൾപ്പെടെയായിരിക്കും നമ്മളൊരു പിൻവാങ്ങൽ ഉണ്ടാവുന്നത്. അതേസമയം സർക്കാർ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ
നിർബന്ധിതമാകുകയായിരുന്നു. വലിയ രീതിയിലുള്ള സാമുദായികമായ പ്രക്ഷോഭങ്ങൾ ഇതിൻ്റെ പിറകിലുണ്ടായിരുന്നു. സഭ ഒന്നടങ്കം ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെയാണ് സർക്കാരിന് ഈ വിഷയത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള അനുകൂല തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്ന് കാത്തലിക് കൗൺസിലിൻ്റെ അംഗം കൂടിയായ കാത്തലിക് കോൺഗ്രസ് ഭാരവാഹി കൂടിയായ ഫാദർ ഫിലിപ്പ് കവീൽ പ്രതികരിച്ചു. രാഷ്ട്രീയ ഇടപെടലുകൾ എപ്പോഴാണ് ഉണ്ടായത്? ഈ നാട്ടിലെ സഭാ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ഈ വിശ്വാസത്തിന് അതീതമായിട്ട് എല്ലാ മതവിശ്വാസികളെയും ചേർത്ത് നിർത്തി മുനമ്പത്തെ സാധാരണക്കാരന് വേണ്ടി സംസാരിച്ചു. ഈ പൗരന്റെ അവകാശങ്ങൾ നടത്തി കൊടുക്കേണ്ടത് ഭരണകൂടമാണ്, സർക്കാരാണ്. പക്ഷെ സർക്കാരുകൾ നിക്ഷിപ്ത താല്പര്യത്തോടെ അതിന് തയ്യാറാകാതെ വരുമ്പോൾ ഈ മുനമ്പത്തെ ആളുകളെ പോലെയുള്ള പാവപ്പെട്ട പൗരന്മാർക്ക് നീതി ലഭിക്കാതെ വരുന്നു എന്നത് ദുഃഖകരമാണ്. BJP ഈ വിഷയത്തിൽ അനുകൂല നിലപാട് തന്നെയാണ് എക്കാലവും സ്വീകരിച്ചിട്ടുള്ളതെന്നും സുപ്രീം കോടതിയിൽ അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട ഈ വഖഫിന് അനുകൂലമായിട്ട് ഒരു അറിവി ഹർജി അടക്കം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഈ കേസിലടക്കം BJP ഇതിൽ കേന്ദ്ര സർക്കാരിനോട് കക്ഷി ചേരണമെന്ന് BJP ആവശ്യപ്പെടുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ഷോൺ ജോർജ് പറഞ്ഞു. ഇതിൽ സർക്കാരിനെ ഈ വിഷയത്തിലടക്കം ഇടപെടാൻ നിർബന്ധിതമാക്കിയത് വലിയ പ്രക്ഷോഭങ്ങളുടെ തുടർച്ച കൊണ്ടാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇപ്പം സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്പീല് മുനമ്പം വഖഫ് സംരക്ഷണ സമിതി നൽകിയിട്ടുണ്ട്. ആ കേസിൽ ഞങ്ങള് കേന്ദ്ര സർക്കാരിനോട് കക്ഷി ചേരണമെന്ന് സംസ്ഥാന BJP നേതൃത്വം ആവശ്യപ്പെടുകയാണ്. കേന്ദ്ര സർക്കാർ ആ കേസിൽ കക്ഷി ചേർന്നാൽ മാത്രമേ ശാശ്വതമായ ഒരു പരിഹാരം സുപ്രീം കോടതിയിൽ നിന്നും ലഭിക്കുകയുള്ളൂ. എന്തായാലും മുനമ്പം നിവാസികൾ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിക്കൊണ്ടുവന്നിരുന്ന സമരത്തിന് അതിൽ ഒരു പ്രത്യക്ഷത്തിലുള്ള സമരത്തിന് ഒരുപക്ഷെ അത് അവസാനമുണ്ടായേക്കാം. എന്നാൽ അനുകൂലമായൊരു സാഹചര്യം സുപ്രീം കോടതിയിൽ നിന്ന് അടക്കം അനുകൂലമായൊരു സാഹചര്യം ഈ വിഷയത്തിൽ ഉണ്ടാകും വരെ സമരം തുടരണം എന്ന ഒരു നിലപാടും സമരസമിതിക്കുണ്ട്. അത് ഏത് രീതിയിലുള്ള സമരമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി ആലോചനകൾ നടക്കുന്നത്. ദേവസ്വത്തിന്റെ സ്വത്ത് ആരപഹരിക്കാൻ ശ്രമിച്ചാലും അവർ കുറ്റക്കാരാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അവർ ശിക്ഷിക്കപ്പെടണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അവിടെ ദേവസ്വത്തിന്റെ സ്വത്ത്, ശബരിമലയുടെ സ്വത്ത് ആരപഹരിക്കാൻ ശ്രമിച്ചാൽ അവർ കുറ്റക്കാരാണ്. ആ കുറ്റക്കാരെ ശിക്ഷിക്കണം. ശിക്ഷിക്കുവാൻ വേണ്ടി LDFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPMും നിലകൊള്ളുമെന്ന് ആ നിലപാട് CPI വ്യക്തമാക്കുന്നു. CPM ആ നിലപാട് ആദ്യം തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം ആശയക്കുഴപ്പമില്ല. ആറ് തന്നെ ആയാലും X ആകട്ടെ Y ആകട്ടെ ദൈവത്തിന്റെ സ്വത്ത് അപഹരിക്കുന്നവർ ആരായാലും കള്ളന്മാരാണ്.